ഇന്നൊരു ജ്യൂസ് ആയാലോ 3 ദിവസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ചൂടാണല്ലോ, അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ഒന്ന് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ആയിക്കോട്ടെ. ഇതിന്റെ ഒരു ചെറിയൊരു തോട്ടാണ്. നമ്മളിപ്പോ എന്തായാലും ഇതൊക്കെ ആയിട്ട് വൈറസ് ഒക്കെ ആയിട്ട് ആകെ പെട്ട് കിടക്കല്ലേ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ മന്ത്രിമാരൊക്കെ പറയണത്. അപ്പൊ എന്തായാലും ഞാൻ ഒരു പച്ചമുളകിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പയറൊക്കെ വേറെ സ്ഥലത്തുണ്ട്, അതൊക്കെ ഉണ്ടായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഇനി ആരെങ്കിലും എന്റെ ചാനൽ ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തേണേ. ലൈക്കും സബ്സ്ക്രൈബും പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കൺ അതിലത്തെ ഓൾ സെലക്ട് ചെയ്തിട്ട് വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജ്യൂസിലേക്ക്. ഇന്നൊരു മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: പൈനാപ്പിള് ഒരു 1/4 ഭാഗമാണ് വേണ്ടത്, അതേപോലെ തന്നെ ഒരു മാങ്ങ, അതേപോലെ ബനാനയുടെ പകുതി, കുറച്ച് ഐസ്, പിന്നെ ഒരു കണ്ടൻസ് മിൽക്കാണ്, അത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടെ. അതേപോലെ തന്നെ അത് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ പിന്നെ കാണിക്കാം. പഞ്ചസാര, വെള്ളം. ഈ എടുത്തു വെച്ച 3 ഫ്രൂട്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇതൊരു 2 ഗ്ലാസ്സിനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് കണ്ടൻസ് മിൽക്കാണ്. അതൊരു 2 സ്പൂണ് അതിലേക്ക് ആഡ് ചെയ്യുക. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്, ഞാൻ ആദ്യം പറഞ്ഞു. വളരെ ഈസിയാണ്. ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിക്കാം. ഇനി അടുത്തത് ഇടേണ്ടത് പഞ്ചസാരയാണ്. ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇവിടെയും മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം അതിൽ കൂടുതൽ ആഡ് ചെയ്യാം. അടുത്തത് ഐസാണ്. കുറച്ച് ഐസ് അതിലേക്ക് ഇടുക. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് ഐസ് വാട്ടർ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ എന്തെങ്കിൽ അരിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ജ്യൂസാണ് പപ്പായ കോക്കനട്ട് സ്മൂത്തി. അതിലാവശ്യമുള്ളത് പപ്പായ, ഒരു ചെറിയ പപ്പായയുടെ ഹാഫ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കോക്കനട്ട് മിൽക്ക്, 1/2 ഗ്ലാസ് കോക്കനട്ട് മിൽക്ക്. പിന്നെ വെള്ളം, കുറച്ച് വെള്ളം, അതിന് പാകത്തിനുള്ള വെള്ളം, തേന്, ഐസ്, പഞ്ചസാര. ഇത് 1 ഗ്ലാസ്സിനുള്ളതാണ്. ഒരു ജാർ എടുക്കുക, പപ്പായ ജാറിലേക്ക് ഇടുക. അതിനുശേഷം തേങ്ങാപ്പാൽ, 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം, ഐസ് ഇടുക, തേന് 1 ടീസ്പൂൺ ഒഴിക്കുക. അതിനുശേഷം പഞ്ചസാര. അത് പപ്പായ മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടണം. ഞാനിപ്പോൾ 2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇടണം, പപ്പായയുടെ മധുരം അനുസരിച്ചിട്ട്. മൂന്നാമത്തെ ജ്യൂസാണ് സ്പെഷ്യൽ നാരങ്ങ ജ്യൂസ്. അതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി, അതേപോലെ പൈനാപ്പിളിൻ്റെ ഒരു 3-4 പീസ്, ജിഞ്ചറിൻ്റെ ഒരു ചെറിയ പീസ്, പിന്നെ മല്ലിയിലയോ പുതിനയിലയോ. എൻ്റെ അടുത്ത് മല്ലിയില ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മല്ലിയില എടുത്തിരിക്കുന്നത്. പുതിന ഉള്ളവർ പുതിന എടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ കുറച്ചൊരു നുള്ള് ഉപ്പ് വേണം. പിന്നെ പഞ്ചസാര, ഐസ്, ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വരാം. ഇനി ഇതെല്ലാം കൂടി അതിലേക്ക് ഇടുക. പൈനാപ്പിൾ ഇടുക, ജിഞ്ചറിൻ്റെ ഒരു കഷ്ണം ഇടുക. ജിഞ്ചർ ഒന്ന് ചതച്ചിട്ട് ഇടണം. ഞാനിപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അത് ഒന്നുകൂടി എടുത്തിട്ട് ഞാൻ ചതക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇടാൻ പാടുള്ളൂ. നാരങ്ങയുടെ കുരു ഇടാണ്ട് അതിലേക്ക് അതിൻ്റെ അത് ഒഴിക്കണം.
അപ്പോൾ നമ്മുടെ 3 ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. പരീക്ഷണം നടത്തിയതാണ്, പക്ഷേ നല്ല വിജയം കണ്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഫസ്റ്റ് വണ് പപ്പായ കോക്കനട്ട് മിൽക്ക്, രണ്ടാമത്തെ ലെമൺ ജ്യൂസ്, മൂന്നാമത്തെ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ എന്തായാലും ഭയങ്കര ചൂട് ആണല്ലോ, എല്ലാവർക്കും നോമ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ ഒരു കിടു റെസിപ്പി ആയിട്ട് ഞാൻ അടുത്തതായിട്ട് വരാം. അപ്പോഴേക്കും എല്ലാവർക്കും ബായ്. ഈ ജ്യൂസ് സൂപ്പർ ആയിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറാ. എല്ലാവരും ഈ ജ്യൂസ് വീട്ടിൽ ട്രൈ ചെയ്യണേ. ഈ ജ്യൂസ് വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാവരും സാസ് കുക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.